വയനാട്ടിലേക്ക് പോകാം. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് മുസ്ലിം ലീഗ് നൽകുന്ന വീടുകളിൽ ഗൃഹപ്രവേശം നടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 51 വീടുകളാണ് കൈമാറിയത്. അല്പസമയത്തിനകം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ സ്ഥലത്തേക്ക് എത്തും. നമുക്കിപ്പോൾ കാണാം പി കെ ഫിറോസിനെ, മറ്റു നേതാക്കളെയൊക്കെ കാണാം. അർജുൻ കല്യാടുണ്ട്. അർജുൻ ഇന്ന് രാവിലെ സംസാരിച്ചപ്പോഴും അവിടെ വലിയ സന്തോഷം അവർക്കുണ്ടായിരുന്നു. അവിടെ ഇതര മതസ്ഥർക്ക് അവരുടേതായ രീതിയിൽ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ നടത്തുന്നതിനും നമ്മൾ ഇന്ന് രാവിലെ ഗണപതി ഹോമമൊക്കെ നടത്തി ചിലർ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ കണ്ടു. ഏതായാലും സന്തോഷമുള്ള നിമിഷങ്ങൾ തന്നെയാണ്. ഞാൻ പറയുകയായിരുന്നു റിയൽ കേരള സ്റ്റോറി ഇതാണ് എന്ന് പറയുകയായിരുന്നു. ഏതായാലും സ്നേഹ വീട്ടിൽ അവർക്ക് തണൽ ഒരുങ്ങുകയാണല്ലേ അർജുൻ? വിനീത, തീർച്ചയായിട്ടും ഇത് ഒരാളുടെ മാത്രം സന്തോഷമല്ല. സങ്കടങ്ങളൊക്കെ മാറി അവരെല്ലാം സന്തോഷത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ വീട് കിട്ടുന്ന ഒരാളുടെ മാത്രമല്ല, ഇതിന് പിന്നിൽ പണിയെടുത്തിട്ടുള്ളവർ, ഇതിന് പിന്നിൽ അധ്വാനിച്ചിട്ടുള്ളവർ, ഇതിൻ്റെ വീട് ലഭിക്കുന്നവർ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന നമ്മൾക്ക് പോലും ഒരുപാട് സന്തോഷം തോന്നുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഓരോ വീടുകളിലേക്കും അവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ ഈ നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ എത്തുകയാണ്. ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അതായത് മുസ്ലിം ലീഗാണ് വീട് നിർമ്മിച്ച് നൽകുന്നത്. ആ പാർട്ടി പ്രവർത്തകരോടും പൊതുജനങ്ങളോടൊന്നും തന്നെ ഇന്നത്തെ ദിവസം, അതായത് ഈ കുടുംബങ്ങളുടെയൊക്കെ സ്വകാര്യത മാനിച്ചുകൊണ്ട് ഈ വീടുകളിലേക്ക് എത്തേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അത് വയനാടിനോടുള്ള ഈ പറയുന്ന ദുരിതം അനുഭവിച്ച ജനങ്ങളോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ കൂടെ ഭാഗമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒക്കെ സുപരിചിതമായിട്ടുള്ള ചന്ദ്രേട്ടൻ്റെ വീട്ടിലാണ്. ചന്ദ്രേട്ടാ, എങ്ങനെയായി വീടൊക്കെ? അടിപൊളിയായി അല്ലേ? അടിപൊളി, സന്തോഷം, മനസ്സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങി. 2 വർഷം ഉറക്കലായ്മ ഉണ്ടായിരുന്നു. അതിനെല്ലാ സങ്കടം തീർന്നു. ഇവരോട് നന്ദി, അങ്ങനെ കടമപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ലീഗരോടും ഞങ്ങളോടും എല്ലാം. ഈ പറയുന്ന കഴിഞ്ഞ 1.5-2 വർഷത്തോളം സമയം വലിയ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ശേഷം ഇപ്പോൾ ഒരു തണൽ അല്ലേ? ഇപ്പോൾ നമ്മൾ സ്വന്തം എന്നുള്ളത് പറയാനായില്ലേ, അതിനൊരു ഭാഗ്യമായി. കാരണം ഇന്നലെ സ്വസ്ഥമായി കടന്നുറങ്ങിയാണ് കുറേ കാലത്തിന് ശേഷം. നമുക്ക് ഈ വീടും കാണേണ്ടതാണ്. കാരണം എല്ലാ സൗകര്യങ്ങളോടുകൂടി തന്നെയാണ് വീടുകൾ മുസ്ലിം ലീഗ് നിർമ്മാണം പൂർത്തിയാക്കിയത്. നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എത്ര മനോഹരമാണെന്ന് നോക്കിയേ. അതായത് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി തന്നെയുള്ള ഒരു വീട്. അത് ഇവിടെയുള്ള 51 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് നൽകുന്നത്. 105 വീടുകൾ നിർമ്മിച്ച് നൽകും എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിരുന്നത്. ബാക്കിയുള്ള വീടുകൾ ഉടൻ തന്നെ, അതായത് അതിൻ്റെ പണികളുമൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്വാഭാവികമായും അതും വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും എന്നുള്ള പ്രതീക്ഷ അവരെല്ലാം പങ്കുവയ്ക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ വീട്ടിലുള്ളത് 3 കിടപ്പുമുറികളാണ്. 3 കിടപ്പുമുറികൾ, അതോടൊപ്പം തന്നെ 2 ശൗചാലയങ്ങൾ, ഒരു ഡൈനിങ് ഹാൾ, അതുപോലെ തന്നെ ഒരു ഏരിയ, സെൻട്രൽ ഹാൾ എന്ന് പറയുന്ന ഒരു ഏരിയ, അതുപോലെ തന്നെ മുറ്റത്തൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ ടൈൽസ് പാകിയ രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. ചെടികൾ ഉൾപ്പെടെ വച്ചു പിടിപ്പിച്ച് അതിമനോഹരമായിട്ടുള്ള ഒരു വീടാണ്. 1060 സ്ക്വയർ ഫീറ്റിലാണ് വീടുള്ളത്. 8 സെൻറ്റ് സ്ഥലമാണ് ഓരോ കുടുംബങ്ങൾക്കും നൽകിയിട്ടുള്ളത്. ആ തരത്തിൽ വീടിൻ്റെ നിർമ്മാണം ഒക്കെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ലീഗിൻ്റെ പ്രധാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടിയും PMS സലാം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മൾക്ക് അടുക്കളയിലൊക്കെ ഒന്ന് കാണാവുന്നതാണ്. കാരണം എല്ലാ സൗകര്യം, കബോർഡും മറ്റ് സംവിധാനങ്ങളും ഒക്കെ തയ്യാറായിട്ടുള്ള അടുക്കളയാണ് നമുക്ക് ഇവിടെയൊക്കെ ഉള്ളത്. അത്തരത്തിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീട് മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് വിനീത. വളരെയധികം സന്തോഷം എന്ന് പറയുമ്പോൾ കേവലം വാക്കുകളിൽ ഒതുക്കാൻ വേണ്ടി കഴിയാത്ത സന്തോഷം തന്നെയാണ് നമ്മൾക്കും, അതുപോലെ തന്നെ ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഓരോരുത്തർക്കും അതാണ് അർജുൻ. അവരുടെ ഓരോരുത്തരുടെയും വേദന നമുക്കറിയാം. അവരെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കാവുന്ന പരിചയം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അർജുനൊക്കെ പ്രത്യേകിച്ച് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നയാളാണ്. എത്രത്തോളം ദുരിതം അവർക്കുണ്ടായിരുന്നു എന്നറിയാം. ആര് വീട് വെച്ച് നൽകിയാലും അവർക്ക് സമാധാനത്തോടെ അന്തി ഉറങ്ങാനാകണം എന്നതാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വീടുകൾ കൈമാറുന്നു. ഇനി സർക്കാരിൻ്റെ ടൗൺഷിപ്പിലെ വീടുകൾ കൈമാറേണ്ടതുണ്ട്. കോൺഗ്രസ് തറക്കല്ലിട്ടിരിക്കുന്നു. മറ്റ് പ്രവൃത്തികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തുതന്നെയായാലും എല്ലാവർക്കും വീടൊരുങ്ങട്ടെ. എല്ലാവർക്കും ആ ദുരന്തത്തിൽ നിന്ന്, അതിൻ്റെ ഞെട്ടലിൽ നിന്ന് കരകയറി പുതിയ സമാധാനത്തോടെയുള്ള ഒരു ജീവിതം കിട്ടട്ടെ എന്ന് മാത്രമാണ് ആശ്വസിക്കാനുള്ളത്. നേതാക്കൾ എത്തുമ്പോൾ നമുക്ക് വീണ്ടും എത്താം.